കള്ളുടിക്കാൻ പാടില്ല നിർബന്ധം, വ്യഭിചരിക്കാൻ പാടില്ല നിർബന്ധം. ജനങ്ങൾ നടന്ന് വ്യഭിചരിക്കണ്, ജനങ്ങൾ കള്ളുടിക്കണ്. ഇപ്പോൾ ഒന്നാമത്തെ മയക്കുമരുന്നിൻ്റെ ലോകമല്ലേ ഇപ്പോൾ ഉള്ളത്. പിന്നെ ചൂതാട്ടം, കൊല ഒള്ളിയപ്പൊക്കെ ഇപ്പം ഉണ്ടല്ലോ ഉഷാറായിട്ട്. ഞാനൊരു കോയിന് വരെ ഇറക്കൂല, എനിക്ക് ആ രക്തം കാണാൻ തന്നെ കഴിയൂല, അത്രയും മനസ്സ് അത്ര ഇതാണ്. അപ്പം എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഈ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്. ഇവിടെ പലരും ഇപ്പോൾ മുസ്ലിം എന്നുള്ള പേരുണ്ടാവും, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും. ഓനെ ഒരു മുസ്ലിം ആവാൻ ആവശ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഘടകമുണ്ട്, അത് ഓൻ ചെയ്തിട്ടുണ്ടാവും. ഓൻ നിസ്കരിക്കുന്നുണ്ടാവില്ല, ഓൻ നോമ്പ് വയ്ക്കുന്നുണ്ടാവില്ല, അവൻ കള്ളുപിടിക്കുന്നുണ്ടാവും, ഓൻ വ്യഭിചരിക്കുന്നുണ്ടാവും, ഓൻ അതുപോലെ ഇസ്ലാം നിരോധിച്ച എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവരെ കൂടിയാണ് നമ്മൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്.